ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കുക്കിംഗ് വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഞങ്ങളൊന്ന് ഇപ്പോൾ സാരിയൊക്കെ കൊടുത്തിട്ടാണോ ട്രാവൽ വ്ളോഗ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകാൻ പോവാണ്. നമ്മുടെ സൂര്യയുടെ ചെക്കൻ്റെ വീട്ടിലെ വിരുന്നാണെന്ന്. അപ്പോൾ അതിന് പോവാണ്. അവിടെ നിന്ന് നേരെ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് എങ്ങോട്ടാണെന്നൊക്കെ അപ്പോൾ പറയാം. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഫംഗ്ഷനും പരിപാടിയൊന്നും കാണിക്കുന്നില്ല. അതൊക്കെ നമ്മൾ കവർ ചെയ്യാതെ, അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതൊന്ന് എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നില്ല. അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ പറയാം എങ്ങോട്ടാണ് പോകുക എന്നുള്ളതൊക്കെ. A few moments later. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി പോകാൻ പോകുന്നത് വാഗമണിലേക്കാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. ഇന്ന് സൺഡേ ആണ്. ഇന്നലെ രാവിലെയാണ് പ്ലാൻ വന്നത്. അപ്പോൾ എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ കാറിനല്ല പോകുന്നത്. വേറെ കുറച്ച് പേരും കൂടിയൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ പോകുന്നത്. നിങ്ങളിപ്പോൾ ക്യാമറയിൽ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. കിച്ചൂസ് ഉണ്ട്, രാജീവേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ക്യാമറയുടെ പുറകിൽ ക്യാമറയുടെ പുറകിൽ ഒരു പട്ടി കുറുകെ ചാടിയതാണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കണ്ടില്ല. വിശ്വാസമുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ പറയും, അയ്യോ പട്ടി കുറുകെ ചാടി. അപ്പൊ ഞങ്ങൾ എന്തായാലും യാത്ര കണ്ടിന്യൂ ചെയ്തിട്ട് ഇനി നമുക്ക് അവിടെ പോയിട്ട് കാഴ്ചകൾ കാണാം. എന്താന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ എറണാകുളം ജില്ല തന്നെയാണ്. ഒന്നും കാഴ്ചകളൊന്നും കാണാനില്ല. അധികം നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങള് ചിറ്റയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് അവരെല്ലാവരും റെഡിയായി വരാനുണ്ട്. അപ്പൊ നമുക്കിനി വാഗമണിലെത്തിയിട്ട് കാണാം. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഞങ്ങൾ വാഗമണിലെത്തി. പക്ഷേ ഈ രാത്രിയായി, 7:30 ആയിട്ടോ. അപ്പോൾ നന്നായിട്ട് ഇരുട്ടായി. അതുകൊണ്ട് പിന്നെ എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. തണുപ്പൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ബാക്കിയുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇപ്പം എല്ലാവരും അത്യാവശ്യം ചുറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുട്ടത്തിരിക്കുന്നുണ്ട്. ലൈറ്റൊക്കെ കുറവാണ്. അതെ, സജീവൻ. അത് ഭയങ്കര ഇരുണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ഇപ്പൊ. ആ ഇപ്പൊ കാണാം. നമുക്ക് നാളെ രാവിലെ പകൽ വെളിച്ചത്തിൽ എല്ലാവരെയും കാണാം. ഞങ്ങളൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ രാവിലെ കാണാം. A few moments later. ഭീകര സ്റ്റെപ്പ്. ഇതിന് ഞാൻ തമ്മയിലുണ്ടാക്കും.
ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വാഗമണിൽ ഇപ്പോൾ ഒരു 6:30 ഉണ്ടാവുള്ളൂ കേട്ടോ. ഞങ്ങളൊരു 5 മണിയായപ്പോൾ എഴുന്നേറ്റ് ഇരുട്ടത്ത് കൂടെ ഒരു നടപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ക്ലൈമറ്റൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവിടെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. നല്ല തണുപ്പാണ്. കുറച്ച് ദിവസം അവിടെ പൊതിച്ചു മൂടി വരുന്നുണ്ട്. പുതയ്ക്കാതെ നിൽക്കുന്നുണ്ട്. എല്ലാവരും തണുപ്പത്ത് പൊതിച്ചു മൂടി നിൽക്കുക. നല്ല ഇടയ്ക്ക് മഞ്ഞാണോ മഴയാണോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് മഞ്ഞാണോ വീണേ? നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടം. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ ഇതൊന്നും കണ്ടില്ല. ഇവിടെ ഇരുന്നിട്ട് തേയിലത്തോട്ടമാണെന്ന് അറിഞ്ഞേയില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് രാവിലെ അതിൻ്റെ ബഹളമാണ് ഇവിടെ കാണുന്നത്. അപ്പം മുട്ടക്കറി ഉണ്ട്, ഇടിയപ്പം മുട്ടക്കറി ഉണ്ട്, കടലക്കറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറവാന്നോർത്ത് പിന്നെ അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടല്ലോ. എല്ലാവരും പല സ്ഥലത്തിരുന്നാണ് കഴിച്ചത്. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. ഞങ്ങൾ മാസ്കോ ടീ ഫാക്ടറിയുടെ അടുത്തുള്ളൊരു വീട്ടിലാണ് താമസിച്ചത്. ഒരു വില്ലയാണിത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൗകര്യമുള്ള വില്ലയാണല്ലോ. അപ്പോൾ ഇവിടെ താഴെ മേളിലൊക്കെ ആയിട്ട് നല്ല ബെഡ്റൂംസൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് രാവിലത്തെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പ്രാവശ്യം കുക്കിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ വാങ്ങിച്ചു കഴിക്കായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി നല്ല ഭംഗിയുള്ളൊരു പാറ കാണുന്നുണ്ട്. പാറ എന്ന് വെച്ചാൽ വലിയൊരു മലയാണ്. തങ്ങൾ മല എന്നാണ് പറഞ്ഞത് അതിന്. അപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ അതാണ്. തങ്ങൾ മലയിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല രസമുണ്ട്. ഒരു ടീ ഫാക്ടറി ഉണ്ട് അടുത്ത്. കുറേ തേയിലത്തോട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ വാഗമണിൽ മുട്ടക്കുന്നുകളിലെത്തി. നമ്മുടെ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് പേരുണ്ട്. ബാക്കിലുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ. പിള്ളേർ താഴത്തേക്ക് പോയിട്ടാ. കുഞ്ഞു കുട്ടികൾ ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ആയിട്ട്. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് സജീവനും രാജേഷും പിന്നെ ഒരു ചെറിയ അതാലും. ഇവിടെ നിൽക്കുന്നത് ദിവ്യ നവി. ഇവിടെ നിൽക്കുന്നത് ദിവ്യ നവി ബേസിറ്റ എല്ലാവരും. അതെ ബാലൻസ് അപ്പോസ് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ കയറി വന്നത് അധികം പുല്ലില്ലാത്തൊരു കുന്നിലേക്കാണ് കേട്ടോ. ഇനി അടുത്ത കുന്നിലേക്ക് പോയിട്ട് വേണം നമ്മൾ പുല്ലൊക്കെ കണ്ട് തുടങ്ങാനായിട്ട്. പതുക്കെ പതുക്കെ ഇറങ്ങാം. അതാണ് ഇതാണ് പറയുമ്പോൾ അരികത്തൊരു കുളം ഉണ്ടായിരുന്നു. ചുറ്റും അപ്പുറത്തല്ലേ? അത് അപ്പുറത്താണോ? ഇവിടെയല്ലേ? ഇവിടെയാണോ? ഒരു ചെറിയ